അയ്യപ്പൻ്റെ സ്വർണം മൊത്തം ഊറ്റിയെടുത്തു. അയ്യപ്പൻ്റെ വാറണ്ടി പോലും അടിച്ചു മാറ്റിയ ടീമുകളാണ് അവിടെ ഇരിക്കുന്നത്. നല്ല 916 കൊള്ള സംഘം. ഇപ്പോഴിതാ സ്വർണം തട്ടിക്കാനായിട്ട് എല്ലാ വഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള കൊള്ള സംഘം പയറ്റി തെളിഞ്ഞിട്ടാണ് ജയിലിലേക്ക് പോയത്. 2019 അയ്യപ്പൻ്റെ സ്വർണം അടിച്ചെടുത്തെങ്കിൽ 2025 അത് വാറണ്ടി പോലും അട്ടിമറിച്ച് കൈക്കലാക്കി. കഴിഞ്ഞ വർഷം ശബരിമലയിലെ ദ്വാരപാലക ശില്പപ്പാളികൾ സ്വർണം പൂശാൻ വേണ്ടി അതിലൊക്കെ ഇല്ലാത്ത കേടുപാടുകൾ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തതായാണ് ഇതേപ്പറ്റി അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത്. അതിൽ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. 2019 സ്വർണം പൂശി സ്ഥാപിച്ച പാളികളിൽ 3 കൊല്ലം കൊണ്ട് ഇത്രയും പൊട്ടലുണ്ടായെങ്കിൽ അന്ന് വിജയമല്യ സ്വർണം പൂശിയ 98 മുതൽ 2019 വരെ പൊട്ടൽ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാകാം എന്ന ചോദ്യത്തിനുള്ള നിർണായകമായ ഉത്തരവും SIT തേടുന്നു. അത്ര കണ്ട അയ്യപ്പനെ മൊത്തത്തിൽ ഇളക്കിയെടുത്ത് വിറ്റ് കാശാക്കിയവർ ഇതാ ഇപ്പോഴും പുറത്ത് സധൈര്യം കറങ്ങി നടക്കുന്നുണ്ട്. അന്ന് അതിന് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ച് നമ്മുടെ രമേശ് ചെന്നിത്തല പോലീസ് തൊപ്പിയുമൊക്കെ ഇട്ട് സെക്രട്ടറിയിലേക്ക് ഇരിക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രി K മുരളീധരനാകട്ടെ ആരോഗ്യവകുപ്പ് എന്ന പുകയിലെടുത്ത് തലയിൽ വെച്ച് ഓടി നടക്കുന്നു. ഈശ്വരോ രക്ഷതോ. 2019 നടന്നതിനേക്കാൾ വലിയ ഗൂഢാലോചനയും ഫയലുകളിലെ വലിയ തിരിമലും കൃത്രിമത്വവും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ സ്വർണം പൂശലിൽ ഉണ്ടായെന്നാണ് ഇപ്പോഴത്തെ വിവരം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വാറണ്ടി കിട്ടാതിരിക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നത്. വാറണ്ടി ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെലവിൽ പൂശൽ നടക്കുമെന്നതിൻ്റെ പേരിൽ പോറ്റിക്ക് നല്ല കാശുണ്ടാക്കാനുള്ള കളമൊരുക്കുകയായിരുന്നെന്നാണ് SIT ഇപ്പോൾ ശക്തമായി സംശയിക്കുന്നത്. ഇതിനുള്ള വ്യക്തമായൊരു ഗൂഢാലോചന നടന്നതായി ദേവസ്വം ബോർഡ് യോഗത്തിലേക്ക് വന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സെപ്റ്റംബർ 4 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ 40 വർഷത്തെ വാറണ്ടി സർട്ടിഫിക്കറ്റ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയത്. പോറ്റിയുടെ ബംഗളൂരിലെ വിലാസത്തിലാണ് സർട്ടിഫിക്കറ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ ശബരിമലയുടെയോ ഒന്നും ഒരു വിലാസമോ ഒരു പേര് പോലും ആ സർട്ടിഫിക്കറ്റിലില്ല. ഭൗതികമായി കേടുപാടുകളുണ്ടെങ്കിലോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് തുടച്ചെങ്കിലോ ഒക്കെ വാറണ്ടി കിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതാണ് അവർ ലൂപ്പ്ഹോളാക്കിയത്. കഴിഞ്ഞ കൊല്ലത്തെ സ്വർണം പൂശലിന് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പാളികളിൽ നിക്കൽ തെളിഞ്ഞു കാണാമെന്ന് പറയുന്നുണ്ട്. നിക്കൽ തെളിയണമെങ്കിൽ രാസവസ്തു ഉപയോഗിച്ചെന്നതും തെളിവാകാം. പൊട്ടലും രാസവസ്തു ഉപയോഗിക്കലും ഒക്കെ ഫയലിൽ മാത്രം ചെയ്ത എന്നുള്ള നിഗമനത്തിലേക്ക് എങ്ങനെ SIT എത്തുന്നത് ഇങ്ങനെയാണ്. വെറും ഫയൽ മാത്രമാണ്. അയ്യപ്പ സംഗമത്തിന് ശേഷം 2019 അയ്യപ്പൻ്റെ വിവരങ്ങൾ പുറംലോകം അറിഞ്ഞതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് പോറ്റിയെ ഒഴിവാക്കി സ്വന്തം നിലയിലാണ് സ്വർണം പൂശിയത്. അപ്പോഴേക്കും പാളി പൊട്ടിയിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് പോയത്. ഇതോടെ 40 വർഷത്തെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ വാറണ്ടി അത് അങ്ങ് മാഞ്ഞില്ലാതായി. പൊട്ടലുണ്ടെന്ന് രേഖപ്പെടുത്തിയതോടെ ബോർഡിന് സ്വന്തം ചിലവിൽ സ്വർണം പൂശേണ്ടി വന്നു. അങ്ങനെ പൂശിയ സ്വർണ്ണമാകട്ടെ മഞ്ഞ പെയിൻറ് പൂശിയതുപോലെ പേരിന് മാത്രമാണെന്നും തെളിവ്. ഇത്രയും ഇതിനേക്കാൾ മാറ്റുള്ള സ്വർണ്ണത്തിളക്കം ഒരുപക്ഷെ നമ്മുടെ കൊല്ലം സുപ്രീമിൻ്റെ 1 ഗ്രാം സ്വർണത്തിനും ഉണ്ടാകാം. അതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതിലൊന്നും പങ്കില്ലെങ്കിലും ശബരിമലയിലെ അരുണ പ്ലാന്റിലെ അപ്പവും അരവണയുമൊക്കെ ഉണ്ടാക്കുന്നത് നോക്കി വിഷാദ ലഗ്നനായി ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറും. എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഇല്ലാത്ത റിപ്പോർട്ട് അയ്യപ്പൻ്റെ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ പൊട്ടലുണ്ടായി, സ്വർണ്ണപ്പാളി പൊട്ടി എന്ന് പൊട്ടാതിരുന്നിട്ടും അങ്ങനെ പൊട്ടി എന്ന റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ച് അതുവഴി ബോർഡ് അകറ്റി നിർത്തിയിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൃത്യമായിട്ട് ഈ സ്വർണ്ണമടക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ കൊള്ള മുതൽ അത് കയ്യിലേക്ക് കിട്ടുക എന്ന ഒരേ ഒരു ഗൂഢലക്ഷ്യം ഏറ്റവും ഒടുവിൽ 2025 സ്വർണ്ണപ്പള്ളി പൂശല്യം വ്യക്തമായി അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായ ചില നിർണായകമായ വിവരങ്ങളാണ് SIT കിട്ടിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ പ്രധാന പ്രതികൾ ദൈവതുല്യന്മാരായ പ്രതികളൊക്കെ ഇപ്പോഴും അത് അപ്പുറത്ത് കറങ്ങി നടപ്പുണ്ട്. ചിലർക്ക് MLA സ്ഥാനം നഷ്ടമായി, ചിലർക്ക് ദേവസ്വം ബോർഡിലെ സുപ്രധാന സ്ഥാനം നഷ്ടമായി, ചിലർക്ക് രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെ. പക്ഷേ അവരൊക്കെ ഇപ്പോഴും ഞെളിഞ്ഞ് നടക്കുന്നുണ്ട്. കാരണം അയ്യപ്പൻ്റെ സ്വർണം മൊത്തം അവർക്കറിയാം എവിടെ പോയെന്ന്.